എത്രയോ നാളുകളായിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട്. പണ്ടൊക്കെ ഓരോ ആഴ്ചയിലും ഞാൻ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരെണ്ണത്തിനെ അങ്ങോട്ട് പിടിച്ച് നിർത്തി എണ്ണ തേച്ച് വറുത്തെടുക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ ആൾക്കാർ എന്നെയാ വറുത്തെടുക്കുന്നത്. ഇങ്ങനെ കുറെ നാളായ സ്ഥിതിക്ക് ലെറ്റ്സ് സീ ഹൗ ഇൻസ്റ്റാഗ്രാം വെൽക്കംസ് മീ. ഗാന്ധിജി MT50 ആൻഡ് വാട്ട്? ഇയാള് സ്വാതന്ത്ര്യം മേടിച്ചാൽ നീ അപരാധം കാണിക്കാനാണോടാ? അലുവയും മത്തിക്കറിയുമായിരുന്നു നല്ലത്. ഗാന്ധിജി മിയാ ഖലീഫയല്ല. കാരണം ഇപ്പം മനസ്സിലായി. ഇതാ ഞാൻ നോക്കാത്ത, ഇതാ ഞാൻ ഈ പരിപാടി നിർത്തി വെച്ചേ. എത്ര രൂപ എടുത്ത് മേടിച്ചാന്നറിയാം എന്റെ പുതിയ ബോബ. ആട്ടുകാട്ടാണോ ഞാൻ 400 രൂപ എടുത്ത് മേടിച്ചേ? മിൽക്കി വിത്ത് യുവോ ആട്ടുകാട്ടം പെറുക്കിയിരുന്നു. കുടിക്കരുത് കുടിക്കരുത് കുടിക്കരുത്. വൃത്തികെട്ട ആട്ടും കേട്ടോ അറിഞ്ഞുകൊണ്ട് വെള്ളത്തിനകത്ത് കലക്കി കുടിച്ചു. അതിനകത്ത് നല്ല പോറ്റയുടെ ഒരു നാര് കണ്ടേനാ അവന്റെ 400 രൂപ കൊടുത്ത് മേടിച്ചതാ. എനിക്ക് എന്തായാലും ഇതിനും വേണ്ട, പാതി കുടിക്കുകയും ചെയ്തു. വേണ്ട വേണ്ട എന്തായാലും 400 രൂപ. യൂട്യൂബ് കൂട്ടി ഇൻസ്റ്റാഗ്രാം പൈസ തരാഞ്ഞിട്ട് ഇങ്ങനെ പൈസ കൂടെ കിട്ടുമായിരുന്നെങ്കിലോ? വേണ്ട വേണ്ട അത് വേണ്ട. എല്ലാരും കൂടെയുള്ളപ്പോ നമ്മൾ ഒറ്റയ്ക്കാവുന്നതാണ്. എല്ലാരും കൂടെ ഉള്ളപ്പോ നമ്മൾ ഒറ്റയ്ക്കാ? ഓ, കാവ്യാത്മകമായി തന്റെ ഒറ്റപ്പെടലിനെ കുട്ടി ഉപമിച്ചതാണ്. ഞാൻ വിചാരിച്ച എപ്പോഴത്തേം പോലും വിവരക്കേട് പറയുമായിരുന്നു. മോസ്റ്റ് എക്സ്പീരിയൻസ്. എന്ത് നേരത്തെ പറഞ്ഞാൽ ഞാനിങ്ങ് തിരിച്ചെടുക്കുക. ഇച്ചിരി വിവരക്കേട് തന്നെ പറയുന്നത്. അല്ല ഞാനങ്ങനെ പറയുന്നില്ല. ഇച്ചിരി ഏറെ വിവരക്കേട് തന്നെ പറയുന്നത്. ഇച്ചിരി ഫീൽ ആവാൻ വരട്ടെ കേട്ടോ. ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞേ. എന്താ എക്സ്പീരിയൻസ്? നമ്മൾ ഒറ്റയ്ക്കാവുന്നതാണ്. മോസ്റ്റ് എക്സ്പീരിയൻസ്. എന്തോന്ന്? മോസ്റ്റ് എക്സ്പീരിയൻസ്. മോസ്റ്റ് എക്സ്പീരിയൻസ്. 4ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകാൻ ഓട്ടോ വരുമ്പം ഞാൻ വീട്ടിൽ കയറിയിരിക്കും. അമ്മ എന്നെ അടിച്ചു ഓടിക്കും. ഇത്രയൊക്കെ പ്രയോഗിച്ചാൽ മതി. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അതിന് അസ്ഥിക്ക് എന്തോ കുഴപ്പമുള്ള വെച്ചാൽ അത് അസ്ഥിക്ക് ഇഷ്ടപ്പെട്ട് അസ്ഥിക്ക് പിടിച്ചു. അത് 12 വയസ്സില്ലേ? അതുകൊണ്ടാ കൂട്ടുകാരെ ഇതിന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ആയി പോയത്. അതെന്തായിരിക്കും ഉദ്ദേശിച്ചത്? മോസ്റ്റ് എക്സ്പീരിയൻസ്. ഏതായാലും നല്ല ഫീലൊക്കെ ആയിട്ടാ പറഞ്ഞത്. നമ്മളെ ഈ ജന്മം ഇങ്ങനെ അങ്ങ് പോട്ടെ, നമുക്ക് അടുത്ത ജന്മത്തിൽ സെറ്റ് ആക്കാം. ഇതൊന്നും ഒന്നുമല്ല, ഇവിടെ പ്രണയ അസ്ഥിക്കാണ് പിടിച്ചത്. ഇനിയും വരാൻ പോകുന്നത് എവിടാ പിടിക്കാന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കും. ആ കണ്ണുകളുണ്ടല്ലോ, ഇത് നരകം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ നോക്കിട്ട് എവനൊക്കെ എഴുതുന്ന ബുക്കുകളാ ഈ കാലിനിടയിലെ പ്രണയമൊക്കെ. അവൻ ആ ഫോൺ എവിടൊക്കെ വെക്കായിരുന്നു, അവന് വെക്കാൻ കണ്ട സ്ഥലം കണ്ടോ? എന്റെ നെഞ്ചിൽ ആഴത്തിൽ തളച്ചു കയറിയ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കാലിനിട ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. താഴേന്ന് കണ്ണുകൾ പിറക്കി എടുക്കുന്നു, കൈ വെച്ച് സൂം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനി എന്റെ ജന്മത്തിൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കത്തില്ല. പ്രത്യേകിച്ച് ബംഗാളികളുടെ കയ്യിൽ. ഇവൻ ഈ ഫോൺ വിറ്റ് അത് വേറെ ആരെങ്കിലും മേടിച്ച് അവനൊരു കാമുകി ഉണ്ടായി, അവൻ്റെ കാമുകിക്ക് ഫോൺ വിളിച്ച് കൊടുത്തോണ്ടിരിക്കാൻ നേരം അവൻ അറിയുന്നുണ്ട് ആ ഫോൺ എന്തുമാത്രം പീഡനം അനുഭവിച്ചതാന്ന്. ഏതായാലും ഇവൻ ഇത് വിൽക്കുമ്പോൾ നമുക്കാർക്കും കിട്ടാതിരിക്കും. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഞെക്കിയില്ലേ, നിങ്ങൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. പാരട്ടപ്പട്ടി. അവന്റെ കാലിനടിയിലെ പ്രണയം ഫോണിനെ കമ്പ്യൂട്ടറെ കണ്ട തിരിച്ചറിയാത്തവനെ രോഹി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു ഓട്ടോയിൽ കയറിയിട്ട് അണ്ണ അപ്പിട്ട് ഫ്ലഷ് അടിക്കുന്ന എവിടാ എന്ന് ചോദിക്കാൻ പറ്റുമെന്ന്. ഫൺ ഫാക്ട്, ഈ ഓട്ടോ സ്ക്വയർ ഫീറ്റിലാണ് വിറ്റ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഓട്ടോയിൽ കയറി അവരോട് നോർമലി ചോദിക്കുന്ന കാര്യങ്ങൾ, അണ്ണാ ബാക്കി പൈസ ഉണ്ടോ, ഇച്ചിരി കൂടെ മുന്നോട്ട് പോയിട്ട് നിർത്ത്, ഈ ഇവിടെ നേരെ പോയിട്ട് ലെഫ്റ്റിലോട്ട്, ഇവിടെ തന്നെ നിർത്ത്. ഇതൊക്കെയാണ് നമ്മൾ നോർമലി ഓട്ടോക്കാരോട് പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഈ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ എന്താ പറയും, അണ്ണാ പയ്യെ പോ വെള്ളം തെറിക്കുന്നു. ഓട്ടോ ശരിയാക്കാൻ പ്ലംബറിനെ ആയിരിക്കും അല്ലേ വിളിക്കുന്നത്. അത് ഇനി പ്ലംബറിന്റെ ഓട്ടോ ആണോ? എന്തായാലും കൊള്ളാം അണ്ണാ. ഒരു ടോയ്ലറ്റ് ഇല്ലാത്ത ആട്ടി ഒറ്റ വിളിക്ക് കക്കൂസ് വീട്ടുമുറ്റത്ത് വരുന്ന വലിയ കാര്യമാണ്. ഓട്ടോയുടെ പേരെന്തുവാ? മൊബൈൽ കക്കൂസോ? ആ ഓട്ടോയ്ക്ക് ഇടാൻ പറ്റിയ പേര് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം പ്ലീസ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാനാ. വൈകിട്ടത്തെ ചായ കൂടി നിർത്തി. അമ്മയെ തേയില എടുത്ത് കളഞ്ഞേക്ക്. നാളെ തൊട്ട് നമ്മുടെ വീട്ടിൽ മാച്ചിയാ കുടിക്കുന്നത്. അപ്പൊ വെറുതെ കാണിച്ചാൽ മാത്രമല്ലല്ലേ തിന്നുകയും ചെയ്യും. ഓ ജെറി
നിങ്ങൾ ജയ മാറ്റി പി ഇട്ടിട്ട് ആലോചിച്ചോ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, ഈ വീഡിയോക്ക് 30K ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം ട്രൈ ചെയ്ത് റീലിടും. മൈക്കെ കൊണ്ട് ഒരു കൊച്ചുമോളെ കയ്യിലെടുത്തോണ്ട് നിൽക്കുക പറട്ടക്കളവി. കൊച്ചുമോള് വന്ന എവിടെ നിന്നാണ് കാണണ്ടേ? ഒന്നുമില്ല, സുഖപ്രസവമായിരുന്നു. ഒരു കുഞ്ഞിക്കാല് കണ്ടല്ലോ, അത് മതി. ഇതൊക്കെ കൊണ്ടോ ഞാൻ ഈ കോപ്പിലെ ഇൻസ്റ്റാഗ്രാം റിയാക്ഷൻ നിർത്തി വെച്ചത്. എന്റെ റീലിന്റെ ഫീഡിൽ ഇതൊക്കെ വരുന്നത്. ഒന്നുകൂടെ തോണ്ടി കഴിഞ്ഞാൽ ഒരുത്തം വരും എന്നും പറഞ്ഞോണ്ട്. വീട്ടിൽ പണം അധികമായി വരാൻ ഒരു കഷ്ണം. സമാധാനമായി. ഇൻസ്റ്റാഗ്രാമില് ഷഷ്ടിപൂർത്തിയായവരുടെ നിലത്തിലേക്ക് സ്വാഗതം. എന്നാൽ നമ്മൾക്ക് തുടങ്ങിയാലോ? വീട്ടിൽ പണം അധികമായി വരാൻ ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്ത് അതിൽ 3 ഗ്രാമ്പൂ കുത്തിവെച്ച് വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ വയ്ക്കുക. അതിന്റെ ഇടയിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാതെ ഒരു കാര്യം കൂടെ ഉണ്ട്. വെളുത്തുള്ളിയുടെ മർമ്മം കണ്ടുപിടിച്ച് ഗ്രാമ്പൂ കുത്തി കയറ്റിയാൽ മാത്രം പോരെ, ഇടയ്ക്കൊക്കെ ജോലിക്ക് കൂടെ പോണം കേട്ടാ. അല്ലെ വെളുത്തുള്ളിയും ഗ്രാമ്പും പോയിട്ട് ഒരു ജെട്ടി മേടിക്കാൻ പോലും കൈ കാശ് കാണത്തില്ല. അപ്പോൾ തന്നെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ. 2 ഗ്രാമ്പ് കുത്തി വെക്കാൻ വലുപ്പത്തിലുള്ള വെളുത്തുള്ളി ഇപ്പൊ കിട്ടാനില്ലെന്ന്. ഇപ്പൊ ഇത്ര ഇമ്മിണി വലിയ അല്ല വേണ്ട, ഞാൻ എന്തൊക്കെയാ പറയുന്നത്. നോ ശരിക്കും പറഞ്ഞ് എന്തോ ഇതുപോലുള്ള അന്ധവിശ്വാസമൊക്കെ ചെയ്യുന്നത്. നമ്മൾ ജോലി ചെയ്യുക, കാശ് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നും ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നെറ്റ് കയറാതിരിക്കാൻ 10 പൈസ ചെലവില്ലാത്ത ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അവസാനം അങ്ങനെ പ്രയോജനമുള്ള എന്തെങ്കിലും ഒക്കെ കണ്ടി റീലിനകത്ത് വലിയ കാര്യമായി. എന്റെ നെറ്റ് ഇതാണ്ട് ഉച്ചി വരെ ആവാറായി. ഒന്ന് വേഗം ഒന്ന് പറഞ്ഞതാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നെറ്റ് ഇല്ല, ഉച്ചി മാത്രമേ ഉള്ളൂ എനിക്ക്. ഒക്കെയാണോ ഈ ട്രിക്ക് പറഞ്ഞു കൊടുത്തത്? അവരുടെ ഒന്നും നെറ്റ് പിന്നെ കേറിയിട്ടില്ല. നമ്മുടെ നെറ്റ് എവിടെ നിന്നാണോ ഈ കേറാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈക്ക് എവിടെ നിന്നാണോ ഇങ്ങനെ കേറാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ കുറച്ച് എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പത്തേക്കും ഈ കേറാൻ പോണ നെറ്റ് സ്ലിപ്പായി താഴെ വീണോളും. അല്ല, അവരുടെ നെറ്റ് കയറൽ ഇതോടുകൂടി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് പക്ഷെ നേരത്തെ മനസ്സിലായിരുന്നു കോമഡിയാണ്, അതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നിക്കാണും. വിളിച്ചു വരുത്തി ആളെ തല കെട്ടിട്ട് കളിയാക്കുന്നോ? ഒരു തീ പറഞ്ഞ ഐറ്റം കാണിച്ചോട്ടെ. ഇത് 2ാമത്തെ തവണയായി. ഇത് ഒരു ചാലഞ്ചാണ്. 3 വയറ്റിനുള്ളിൽ ഈ ഒരു ബനാന എങ്ങനെയാണെങ്കിലും എന്തൊക്കെയായി കാണുന്നത്? അത് 100 രൂപയ്ക്ക് വേണ്ടി. ഞാൻ വേണം വെറുതെ 100 രൂപ അങ്ങോട്ട് വരാം, പക്ഷെ ഇമാരെ റീൽ ചെയ്യരുത്. കമോൺ. കമന്റ്സ് ഒക്കെ കണ്ട് ഫണ്ണായിട്ട് ചെയ്ത വീഡിയോ ഫണ്ണായിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ഇറ്റ് വാസ് എ ചാലഞ്ച്. പക്ഷെ എന്റെ മനസ്സിലുള്ള കാര്യം ഇതൊന്നും അല്ലായിരുന്നു. ഏതൊക്കെ എങ്ങാണ് തൊണ്ടയെ കുരുങ്ങി തൊലഞ്ഞു വരുന്നത് എന്തുകൊടുത്തേനെ. എന്റെ തൊണ്ടയിൽ ഒരിക്കൽ റംബൂട്ടാൻ കുരുങ്ങിയിട്ടുണ്ട്. എന്റെ ഇവിടെ ഒന്നാമതെ തള്ളിയിരിക്കുക, അതിന്റെ കൂടെ ഒന്നുകൂടെ തള്ളി. മോസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുക, ഇതുപോലത്തെ ചാലഞ്ച് ഒക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എന്താ നീ എവിടെ വീഡിയോ എടുക്കുന്നത്? പപ്സിനൊക്കെ ഇത്ര ഫീലിംഗ് എന്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നീ ശരിക്കും ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇവനൊരു ഇന്റർവ്യൂവിന് ചെന്നിരിക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ല വേണ്ട, നമ്മളങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. വേഗം അപ്പോഴത്തേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഞെക്കിക്ക് ഈ വീഡിയോ കണ്ടോ. ടാറ്റ. പിന്നെ ഈ വടക്ക് കിഴക്കൻ മൂല എവിടാ? ഒരു കൂട്ടുകാരന് വേണ്ടി ചോദിക്കുക. ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്ത് അതിൽ 3 ഗ്രാമ്പൂ കുത്തിവെച്ച് വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ വയ്ക്കുക.